താങ്ക് യു. ശ്രീ പിന്നെ ഒരു മനസ്സിൽ വേറൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? ഷീ ഈസ് ഹിഡൻ സംതിങ് ഇൻ ഹെർ മൈൻഡ്. ഷീ ഈസ് നോട്ട് സോ കോൺഫിഡൻറ്റ് ടു ഈവൻ ആസ്ക് ഹെർ. എന്താണ്, ചോദിച്ചോളൂ. എനിക്ക് ഓംകാര എന്ന് പറഞ്ഞ മൂവിയിലെ ഓ സാഥീരെ മാം പാടുക എൻ്റെ ഫേവറേറ്റ്സിൽ ഒന്നാണ് ആ പാട്ട്. അതെനിക്കിപ്പോൾ ഇത്രയും അടുത്ത് ഇത്രയും വലിയൊരു ആളെ കിട്ടിയപ്പോൾ അത് ഡയറക്റ്റ് ഒന്ന് കേൾക്കണമെന്ന്. This song is, I won't say a blockbuster song like that, but if given a choice, one of those songs which I would rate as my favorites of my songs, this would be one of them. So thank you for reminding me that. Thank you so much. Happy? അയ്യോ പറഞ്ഞു കരയാണല്ലേ ചേർത്തേട്ടാ? ഇതിപ്പം ആരെക്കുറിച്ച് ആദ്യം പറയണമെന്നുള്ളതാ. ശ്രീരഞ്ജിനെ കുറിച്ച് പറയണോ, അക്കാപ്പലിനെ കുറിച്ച് പറയണോ, സ്റ്റീഫനെ കുറിച്ച് പറയണോ, ഗിരീഷിനെ കുറിച്ച് പറയണോ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എന്തായാലും ഇങ്ങനൊരു പാട്ടുണ്ടായത് നല്ല നിറച്ച് പഴുത്ത മാങ്ങലുള്ള ഒരു തേന്മാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന സുഖം. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടന്നു വീഴുമ്പം എടുത്ത് ചെയ്യുമ്പോഴല്ലോ അങ്ങനെ സുഖമായിരുന്നു. മോൾ പാടിയ പോലെ കിളിപ്പാട്ട് എന്നുള്ള നമ്മുടെ മലയാള ഭാഷയുടെ കിളിപ്പാട്ടിനകത്ത് ഈ ആലാപനത്തിന് തങ്കഭസ്മം തനിത്തങ്കം കൊണ്ടല്ലേ വന്നത്. ആ തങ്കഭസ്മം ചാലിച്ചു തന്നു, ആ ഉറപ്പ്. എന്തായാലും വളരെ ഗംഭീരമായി ഒരു വ്യത്യസ്ത അനുഭവം എല്ലാ അർത്ഥത്തിലും കേട്ടോ മോളെ. താങ്ക് യു ശരത്തേട്ടാ. ശ്രീരഞ്ജിനി നല്ല ശ്രേയസ്സുള്ള മാർക്ക് കിട്ടട്ടെ 11ാം ഘട്ടത്തിൽ. ശ്രേയ എത്ര കൊടുക്കും? How much? See, they are giving on a very different measure. I'm giving it out of my heart. And if at all there is something missing, it's just because there's always this little leap to take in life. Only for that. But you have touched my heart and your expressions were so explicitly beautiful. For this... 9 out of 10 ശ്രീ. അപ്പോൾ കൊള്ളാം. ശ്രീനേട്ടാ 43 out of 45. വിജയ ചേച്ചി 42, 94 മാർക്സ് ശ്രീരഞ്ജിനി. ഒരു സംഗീത സംവിധായകനായും ഗാനരചയിതാവായും ശോഭിച്ച് ഇദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല മലയാള സിനിമയിൽ. ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി തന്റെ സാന്നിധ്യം കൊണ്ട് ജോസ്കോ ഇന്ത്യൻ വോയിസിന്റെ വേദിയെ പലപ്പോഴായി അനുഗ്രഹിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ 11ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കൈതപ്പുറം ഹിറ്റ്സ് റൗണ്ടിൽ ആദ്യം സിയാദ്. ശ്രേയ, സിയാദാണ് ജോസ്കോ ഇന്ത്യൻ വോയിസ് കണ്ടെത്തിയ ഏറ്റവും ആദ്യത്തെ പിന്നണി ഗായകൻ. ശ്രേയ ഇതുപോലെ ഒരു മ്യൂസിക് കോമ്പറ്റീഷനിലൂടെയാണ് വന്നത്. സിയാദ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് 90കളിൽ. അപ്പോൾ ഒരു ഫ്രോക്കൊക്കെ ഇട്ടിട്ട് കുഹു കുഹു പോലെ കൊയലിയാക്കെ ഇങ്ങനെ ലതാജിയുടെ വലിയ വലിയ കടുകട്ടി പാട്ടുകളൊക്കെ പാടുന്നത് ശ്രേയ, സുനിയോജി അതൊക്കെ പാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വലിയൊരു ലെവലിൽ എത്തും, അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ? Frankly, I've never been ambitious in life. My prime pleasure, passion is music.
I think that drives me. Everything else has just followed. I've always wanted to sing. I have, even if I don't sing in films, even if I don't record music, I'll continue to sing for me. Yeah. So I never expected, and I think when I did the as a contestant when I came in the show, I was very young. I was around 10, 11 years old. So I had no idea what's going on. Of course, my parents took the charge, and till date I'm indebted to them for their sacrifices and their efforts. And till date, every day, I'm just singing. Rest everything is done by my mom and dad, my brother's support. I just want to give this small piece of advice to all contestants that in life, do not take this so seriously. Competition and being, singing for films. If you are true to your art, if you're enjoying music, if you're uncorrupted in your singing and in your mind, people will love you. Musicians, music lovers will always love you if you are true to your art. So just stay like this. Keep that innocence of being an artist. അപ്പോൾ ഏറ്റവും കൈതപ്രം സാറുമായിട്ട് ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള ആളാണ് ജോൺസൺ മാസ്റ്റർ. വയലാർ ദേവരാജൻ, പി ഭാസ്കരൻ, ബാബുരാജ് പോലെ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ അവരുടെ ഏത് പാട്ടാണ്? പാതിമൈ മറഞ്ഞതെന്തേ. ഓക്കെ. പാതിമൈ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ ഏകദീപം നീ. സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ. പാതിമൈ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ശീലുകൾ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ കളമൈനകൾ രാപന്തലിൽ പാടി ശുഭരാത്രി. ഏതോ കണം വീണു. പാതിമൈ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ.
കണം വീണു പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികൾ ഏകദീപം പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. സിയാദ് നല്ലോണം പാടി. എനിക്ക് ചെറിയൊരു തോന്നിയത് പാട്ട് ടോട്ടൽ ഭാവമൊക്കെ നല്ലതായിരുന്നു. ഒന്ന് ശ്രുതി കുറച്ച് താഴെയായിട്ട് തോന്നി മോൻ പാടിയതിന്. മോൻ താഴെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് ലിറിക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ? ചരണം എന്തോ ഒരു ഇൻ ടു ദ സോങ് ആയിരുന്നില്ല. കുറച്ചൊരു കൺഫ്യൂഷൻ മോൻ്റെ മനസ്സിൽ പോകുന്നുണ്ടായിരുന്നു ചരണത്തിൽ. രണ്ട് മൂന്ന് പല്ലവിയിലും ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മോന്. ലിറിക്ക് കറക്റ്റ് ആണോ, ട്യൂൺ എന്തോ ഒരു യു വർ ഡിസ്റ്റർബ്ഡ്, ചെറിയൊരു കൺഫ്യൂഷൻ. പക്ഷെ അത് ഭാഗ്യത്തിന് ഞാൻ പാട്ട് തെറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പാട്ടിനെ എഫക്റ്റ് ചെയ്തില്ല ഭാഗ്യത്തിന്. പക്ഷെ ആ ഒരു ഡിസ്റ്റർബൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു വൈബ്രേഷൻ എന്ന് പറയില്ല, അതൊരു ഇത് കിട്ടി. ആ ഒരു പ്രശ്നം ഒഴികെ ടോട്ടൽ സോങ് നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. പാടുമ്പോൾ എന്തോ ഒരു എക്സ് ഫാക്ടർ അത് സിയാദിനുണ്ട്. അതെ, കുറച്ചും കൂടെ ശ്രുതി കയറ്റാൻ വരുന്നത്. അത് ദാസേട്ടൻ്റെ ശ്രുതിയാണ്. ഇപ്പോൾ സിയാദ് കൊച്ചു പയ്യനല്ലേ, അത് പറഞ്ഞ പോലെ ആ എക്സ് ഫാക്ടർ, അതായത് ദാസേട്ടൻ്റെ പാട്ട് ദാസേട്ടൻ്റെ സെയിം എക്സ്പ്രഷൻസ് വരും, പക്ഷെ വേറൊരു പുതിയൊരു ശബ്ദം. അതാണ് ദാറ്റ് ഇസ് യുവർ എക്സ് ഫാക്ടർ. സോ നൈസ്. താങ്ക് യു. ബട്ട് ദിസ് വൺ, ഈ പാട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് സ്കെയിൽ കൂട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ. Siad, how old are you? 19. 19. He's a kid. You have, your USP, as everybody's saying, X Factor, is your voice quality. It's very fragrant. ऐसा लगता है, it's got youth, it's got a freshness to the voice. So use that. And I think you chose a very difficult song. And to sing to its expectation is tough, especially on a stage where you know that the entire world is watching you. But you did a excellent job. I wouldn't have anything to say except that, the moment you took the scale a little higher, your tone, your texture became more edgier. I could hear you better. Your words became clearer. So choosing the right scale is very important. Don't make those mistakes, especially now that you've come that far because of your good singing. You're such a great voice, and you have the understanding of all kinds of music. I could understand that from the way you sang. Your lower notes could push a little. I couldn't hear it. So you need to take care of that. But you have a natural way of expressing. You have a natural thing about you. Thank you. God bless you. Very, very nice. Thank you. Can you sing that? Thodi si. Thodi. Thode badmash. What is that? Thode badmash. favorite song. No. Thode badmash. Thodi badmash. Thodi badmash. Srinji, after that I'm going to make you sing all my Hey, favorites. No. Please don't. Why? I have a list of myself and of yours too. But it's really sweet of you to... I think I messaged you. Yeah, you texted me after listening to this song. It's almost, I think, the same rag. Same rag. That's why he is reminded of it. झनकार हो तुम, मेरा सोला सिंगार हो तुम,
never had more divine moment ever in my life than this. Because I can see something in your eyes, and it's the biggest compliment for me, coming from you. ചെറുതേട്ടാ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ കൈതപ്രം ജോൺസൺ എന്ന് പറയുന്ന സംഗീത സാഹിത്യ ലോകത്തെ അർദ്ധനാരീശ്വരന്മാരായിരുന്നു. ഒരു പകുതി കൈതപ്രവും ഒരു പകുതി ജോൺസണുമായിരുന്നു. ആ ജോൺസൺ ഇല്ലാണ്ടായി. അപ്പോൾ കൈതപ്രം തിരുവേനി അങ്ങനെ എഴുതിയതാണോ എന്നിപ്പോൾ തോന്നും. പാതിമായി മെയ് പറഞ്ഞതിൻ്റെ സൗഭാഗ്യതാരമേ അല്ലേ? അത് രസം മാത്രമല്ല, രാവിൻ്റെ നീലക്കലികയിൽ രാത്രിയുടെ നീലമുട്ടിനകത്ത് ഇരിക്കുന്ന പുറത്തേക്ക് പ്രകാശം ഇല്ലാണ്ടിരിക്കുന്ന ഒരു ഏക ദീപം നീ. അത് കൃത്യമാണ്. അങ്ങേരെക്കുറിച്ച് എഴുതിയതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ സിറ്റുവേഷനിലാലോചിക്കുമ്പം അറിയാതുണർന്നു കതിരാറുന്ന ശീലുകൾ. അതൊക്കെ എങ്ങനെ എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പാട്ട് എപ്പോഴും എഴുതി തീർക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. അറിയാതെ ഉണ്ടായി വരുന്നത്. അതൊക്കെ ശരിക്കും അങ്ങേരെക്കുറിച്ച് ഓർത്ത് പറഞ്ഞല്ലോ എനിക്ക് തോന്നി. പിന്നെ സുജാതിൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ പാവം പാവം രാജകുമാരനല്ല, പാടും പാട്ടിൻ രാജകുമാരൻ. ഓക്കെ സിയാദ്, അപ്പോൾ സുജാ ചേച്ചിയുടെ മാർക്ക് ആദ്യം 43. ശ്രേയ 8.5. കൊള്ളാം. ഇനി ശ്രീനിയേട്ടന്റെ മാർക്ക്. ആ സ്കെയിൽ കൂട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി. 42. 93.5. സിയാദ്, ഓൾ ദി ബെസ്റ്റ്. മിണ്ടാതടി കുയിലേ ഇവിടെ ഒരു നമ്മുടെ ഇപ്പുറത്തിരിക്കണ ഏറ്റവും ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ളൊരു സിംഗറിനെ താരാട്ട് പാടിയ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. ആദ്യമായിട്ടാണ് വിഷ്ണു കുറച്ച് ഷേക്കി ആയിട്ട് കണ്ടത്.